ഹായ് ബഡീസ്, നമുക്കിന്ന് പ്ലാസ്റ്റിക് കവറൊന്ന് റീസൈക്കിൾ ചെയ്താലോ? ഇത് വെച്ച് നമുക്കൊരു ഗോൾഡൻ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. മാർക്കറ്റിലൊക്കെ പോകുമ്പം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്കൊരു കവറിൽ കിട്ടില്ലേ? ആ കവർ വെച്ചാണ് നമ്മളിന്ന് റീസൈക്കിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ബ്രെയ്ഡ് ചെയ്ത് ഒരു ലോങ് ചെയിൻ ഉണ്ടാക്കി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഞാനുണ്ടാക്കിയ ബാസ്ക്കറ്റാണ്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ! ഇത്രയും ഭംഗിയുള്ള ബാസ്ക്കറ്റ് ഇത് ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പറന്നേ. ആദ്യം നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ത്രൂ ഔട്ട് ഒന്ന് അടിക്കാം. ഇപ്പം ഏകദേശം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കോപ്പർ ആക്രിലിക് പെയിന്റ് കൊണ്ട് കൈകൊണ്ട് തൊട്ട് ഈ ബാസ്ക്കറ്റ് ചുറ്റും ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതാണ് ഫൈനൽ റിസൾട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതുപോലെ റീസൈക്ലിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ. ഇനി നമുക്ക് വീഡിയോ എടുക്കാം. ഫ്രൂട്ട്സൊക്കെ ഈ ബാസ്ക്കറ്റിൽ വെച്ച് കാണാൻ എന്ത് ഭംഗിയാലേ! ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മുട്ടയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ബാസ്ക്കറ്റാണ്. ഒരു കുഷ്യൻ എഫക്റ്റാണത് തരുന്നത്. മുട്ട കിടക്കണ കിടപ്പ് കണ്ടില്ലേ? എന്തൊരു റോയൽ എഫക്റ്റാണ് മുട്ടയ്ക്കൊക്കെ. ഇതാണ് റിച്ച് മുട്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ റിച്ച് മുട്ട പോയി ബുൾസൈ അടിച്ച് കഴിക്കട്ടെ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ക്രാഫ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ കൂട്ടുകാരി പറയുകയാണേ, നിനക്ക് പ്ലാസ്റ്റിക് കവർ വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്നിട്ടൊരു ചിരി ഹുന്ന്. ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഐഡിയ ആണ്. ഇഷ്ടപ്പെട്ടോ ഈ ഗോൾഡൻ ബാസ്ക്കറ്റ്? ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ സപ്പോർട്ടായിട്ട്.